തൃശൂരിലെ CPM ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ മിന്നൽ സന്ദർശനം. MM വർഗീസ്, AC മൊയ്തീൻ, MK കണ്ണൻ, PK ബിജു എന്നിവരുമായി പാർട്ടി ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തി. കരുവന്നൂർ കേസിൽ CPM നേതാക്കളെ ED വീണ്ടും വിളിക്കാനിരിക്കെയാണ് കൂടിക്കാഴ്ച. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, അസാധാരണ നടപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും. പക്ഷേ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റൊക്കെ ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. ഈ കരുവന്നൂർ കേസിൽ ഈ നേതാക്കളെയൊക്കെ ED വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇത്തരം ഒരു സന്ദർശനം എന്ന് സ്വാഭാവികമായും ഒരു സംശയം ഉയരും. തീർച്ചയായും ലക്ഷ്മി, കരുവന്നൂർ കേസിൽ ഈ CPM നേതാക്കളെയൊക്കെ ED ചോദ്യം ചെയ്യാൻ വീണ്ടും വിളിപ്പിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു സന്ദർശനം. മുഖ്യമന്ത്രി കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്നു. എന്നാൽ നേരത്തെ തന്നെ ഈ PK ബിജു, അതുപോലെ തന്നെ AC മൊയ്തീൻ, MK കണ്ണൻ, MM വർഗീസ് എന്നിവർക്ക് നേരത്തെ തന്നെ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ സന്ദർശനം ഉണ്ടായേക്കുമെന്നുള്ള കാര്യവും അതുപോലെ കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള കാര്യവും വിവരം ലഭിച്ചിരുന്നു. ഇതനുസരിച്ചാണ് ഇവർ ഇന്ന് രാവിലെ തന്നെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയത്. തുടർന്ന് ഏകദേശം ഒരു 10:15 മുഖ്യമന്ത്രി ഈ ഓഫീസിലേക്ക് എത്തി. പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കയറിപ്പോയ മുഖ്യമന്ത്രി ഈ 4 പേരുമായും കൂടിക്കാഴ്ച നടത്തി. കാരണം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് അടക്കം നടന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലും, അതായത് തൃശ്ശൂരിലും ഇത്തരം കരുവന്നൂർ കേസിൽ EDയുടെ നീക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന ലഭിച്ചിരിക്കുന്നത്. കാരണം ഇതിൽ ചോദ്യം ചെയ്യലൊക്കെ തന്നെ നേരത്തെയും ഇത്തരത്തിൽ AC മൊയ്തീൻ ആയാലും PK ബിജു ആയാലും ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. പിന്നീട് ഇവരുടെ അറസ്റ്റ് എപ്പോഴുണ്ടാകും എന്നുള്ളൊരു ആശങ്ക CPM-നുണ്ടായിരുന്നു. എന്തായാലും അറസ്റ്റ് ഉണ്ടായേക്കും, അതിന് ജാഗരൂകരായി തന്നെ ഇരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയതായിട്ടാണ് ലഭിക്കുന്ന വിവരം. അതിനു വേണ്ടിയിട്ടുള്ള ഈ അറസ്റ്റ് കൈവരിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇന്ന് നടന്നതെന്നാണ് ഈ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഒരു വിവരം. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഒരു സന്ദർശനം മറ്റാരെയും അറിയിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ CPM-ന്റെ നേതാക്കൾ, അതായത് കരുവന്നൂർ കേസിൽ ചോദ്യം ചെയ്യൽ നേരിടുന്ന ഈ MK കണ്ണൻ, കേരള ബാങ്കിന്റെ പ്രസിഡന്റ്, അതുപോലെ തന്നെ PK ബിജു സംസ്ഥാന സമിതി അംഗം, MM വർഗീസ് ജില്ലാ സെക്രട്ടറി, അതോടൊപ്പം തന്നെ AC മൊയ്തീൻ, മുൻ മന്ത്രിയായിരുന്ന AC മൊയ്തീൻ അടക്കം ഇവർക്ക് 4 പേർക്കുമാണ് ഈ ഒരു നിർദ്ദേശം നൽകിയിരുന്നത്. തുടർന്നാണ് ഇവരെത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ EDയുടെ നീക്കം അപ്രതീക്ഷിതമായിരിക്കും എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച കൂടെ നടത്തുവാനുണ്ടായ സാഹചര്യം. കാരണം തൃശ്ശൂരിൽ നേരത്തെ തന്നെ ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ഉണ്ടായിരുന്നു. CPM-ന്റെ പ്രാദേശിക നേതാക്കളടക്കം അറസ്റ്റിലായി. ഇതിലൊക്കെ തന്നെ ഇവരുടെയൊക്കെ മൊഴി നിർണായകമാണ്. ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ AC മൊയ്തീനെതിരെയൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതൊക്കെ തന്നെ ED മൊഴി രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി കൂടെ ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നത്, ഇവരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. എന്തായാലും കോഴിക്കോട്ടേക്ക് പോയിരുന്ന മുഖ്യമന്ത്രി CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇവരുമായി കൂടിക്കാഴ്ച നടത്തേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിലപ്പുറം മറ്റ് ഒരു ആവശ്യവും, അതായത് ഈ കരുവന്നൂർ കേസിൽ ചോദ്യം ചെയ്യൽ നേരിട്ട ഈ CPM നേതാക്കൾക്ക് മറ്റൊന്നും തന്നെ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. അതോടൊപ്പം തന്നെ ഈ വിഷയം തന്നെയാണ് ചർച്ചയായത് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റോടെ കേരളത്തിലെ CPM നേതാക്കൾക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കടക്കം ആശങ്കയാണ്. അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, പോലീസ് സമർപ്പിച്ച ആ ഒരു അന്വേഷണ റിപ്പോർട്ട്, ക്രൈംബ്രാഞ്ചിൻ്റെയൊക്കെ അന്വേഷണ റിപ്പോർട്ട്, അതൊക്കെ തന്നെ ED അന്വേഷണം ആരംഭിച്ചപ്പോൾ ഇതൊക്കെ തന്നെ മാറി മറിഞ്ഞു. കൃത്യമായും അന്വേഷണം ശരിയായ ദിശയിലേക്ക് പോയി. CPM-ന്റെ നേതാക്കളിലേക്ക് അന്വേഷണം എത്തി. AC മൊയ്തീൻ്റെ വീട്ടിലടക്കം പരിശോധന നടത്തി. അതുപോലെ തന്നെ CPM-ന്റെ മറ്റ് നേതാക്കളിലേക്കും ഈ ഒരു അന്വേഷണം നീളുന്ന സാഹചര്യം. എന്തായാലും ഇതിലൊക്കെ തന്നെ അരവിന്ദാക്ഷൻ അടക്കം അറസ്റ്റിലായ ഒരു സ്ഥിതി. കൗൺസിലറാണ്, CPM-ന്റെ കൗൺസിലറാണ് ഇപ്പോഴും. അതൊക്കെ തന്നെ പാർട്ടിക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്ത, അല്ലെങ്കിൽ നേതാക്കൾ, അങ്ങനെയുള്ള നേതാക്കളെയാണ് ED ചോദ്യം ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ CPM-ന്റെ സംസ്ഥാന നേതൃത്വം ഈ കരുവന്നൂർ കേസിൽ കുരുക്കിലാകുമെന്നതിൽ സംശയമില്ല. ഈ ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി എത്തി ജാഗരൂകരായിരിക്കണമെന്നുള്ള കാര്യം കൂടെ ഇവരോട് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു സന്ദർശനത്തിൽ മറ്റൊന്നും തന്നെ കരുതേണ്ടതില്ല എന്ന്, അതും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സന്ദർശനം എന്നൊക്കെയാണ് CPM നേതാക്കൾ പ്രതികരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഈ കൃത്യമായും ED ചോദ്യം ചെയ്ത ഈ CPM നേതാക്കൾ തന്നെയാണ് ഇവിടെ തൃശ്ശൂരിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിയതും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതും. എന്തായാലും CPM-ന്റെ ആശങ്ക വർദ്ധിച്ചു വരികയാണ്. EDയുടെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ തന്നെ CPM-ന്റെ കൗൺസിലർമാരും സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും അടക്കം ഈ കരുവന്നൂർ കേസിൽ ചോദ്യം ചെയ്യൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, അതായത് തിരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കരുവന്നൂർ വലിയൊരു വിലങ്ങുതടിയായിട്ട് തന്നെ CPM-ന് മുന്നിലുണ്ട്. അതിൽ തന്നെ കരുവന്നൂരിലെ നിക്ഷേപകരടക്കം സമരവുമായി മുന്നോട്ട്
വന്നു. അവിടെ ഒരു നിക്ഷേപകനുണ്ടായിരുന്നു, ജോഷി എന്ന് പറയുന്ന അദ്ദേഹം തന്നെ ദയാവധത്തിന് അപേക്ഷ നൽകിയ സാഹചര്യം ഉണ്ടായിരുന്നു. എന്തൊക്കെയായാലും ഈ ഒരു കേസ് മുന്നോട്ട് പോകുന്ന സമയത്ത് CPM ആശങ്ക വർദ്ധിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രി നേരിട്ടെത്തി തന്നെ ഈ ചോദ്യം ചെയ്യൽ നേരിടുന്ന CPM നേതാക്കളുമായി ചർച്ച നടത്തിയതും കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം അവർക്ക് നൽകിയിട്ടുള്ളതും. രാവിലെ 10:15 എത്തിയ മുഖ്യമന്ത്രി ഈ അവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഈ ഓഫീസിനുള്ളിൽ കയറി ഇവരുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം ഒരു അരമണിക്കൂറോളം ഈ കൂടിക്കാഴ്ച നീണ്ടുനിന്നു. അതിനുശേഷമാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. മറ്റാർക്കും തന്നെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. CPM സംസ്ഥാന ഓഫീസിൽ നിന്ന് ഈ PK ബിജുവിനും അതോടൊപ്പം തന്നെ AC മൊയ്തീനും അടക്കം രാവിലെ തന്നെ എത്തണമെന്നുള്ള നിർദ്ദേശം കിട്ടിയിരുന്നു. അതിനനുസരിച്ചാണ് ഇവരൊക്കെ തന്നെ ഇന്ന് ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയിട്ടുള്ളത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ കൂടിക്കാഴ്ച കൊണ്ട് എന്താണ് ഈ കരുവന്നൂർ കേസിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് ഈ കാണേണ്ടിയിരിക്കുന്നു. കാരണം EDയുടെ അന്വേഷണം അത് മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുവെന്ന് പല വൃത്തങ്ങളും ശരിവെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് അത് വലിയ തരത്തിൽ ഇവരെയൊക്കെ തന്നെ ആശങ്കപ്പെടുത്തിയിരിക്കുന്നു എന്നതിൽ സംശയമില്ല. കാരണം അത്തരം ഒരു അഴിമതി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾ കൃത്യമായ അന്വേഷണം നടത്തി പ്രതികളിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അതിൽ ആശങ്കപ്പെടുന്നത് CPM കൂടിയാണ്. കാരണം കേരളത്തിലെ ഏകദേശം സഹകരണ മേഖലയിൽ നടന്നിട്ടുള്ള കൊള്ളകൾ നമുക്കറിയാം. അതിൽ തന്നെ നിക്ഷേപകരെയൊക്കെ വഞ്ചിച്ചുകൊണ്ട് വലിയ രീതിയിൽ കോടികൾ തട്ടിയെടുത്ത നേതാക്കളുണ്ട്. അവരൊക്കെ തന്നെ ഇന്ന് അഴിക്കുള്ളിലാണ്. ആ ഒരു ആശങ്കയിൽ തന്നെയാണ് CPM നേതാക്കൾ. കാരണം MK കണ്ണൻ അടക്കം നേരത്തെ വ്യക്തമാക്കിയിരുന്നു തങ്ങളെ വേട്ടയാടുകയാണ്, ED വേട്ടയാടുകയാണ് എന്നൊക്കെ. എന്നിരുന്നാലും EDയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയം ഇത്തരത്തിൽ CPMൻ്റെ സംസ്ഥാന നേതാക്കളാണ് ഇതിൽ കുരുക്കിലാകുന്നത്. ആ കുരുക്ക് അഴിക്കുവാൻ പലതവണ നോക്കിയിട്ടും അതൊന്നും തന്നെ പറ്റാത്ത ഒരു സാഹചര്യം. കാരണം EDയുടെ അന്വേഷണത്തിൽ കൃത്യമായുള്ള മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അറസ്റ്റിലായ പ്രതികൾ കൃത്യമായും ഈ CPM നേതാക്കൾക്കെതിരെയുള്ള മൊഴികൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് EDയുടെ അറസ്റ്റ്, EDയുടെ നീക്കം ഈ തൃശ്ശൂരിൽ ഉണ്ടായേക്കുമെന്നുള്ള ഒരു ആശങ്കയിൽ തന്നെയാണ് ഇന്ന് ഈ മുഖ്യമന്ത്രി ഇവിടെ എത്തി ഇവരുമായി കൂടിക്കാഴ്ച നടത്തിയത്. നേരത്തെയും ഇത്തരത്തിൽ ഈ മുഖ്യമന്ത്രിയുമായി MK കണ്ണൻ അടക്കം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിൻ്റെയൊക്കെ അവസാന ഒരു സമയം, അതായത് ഈ AC മൊയ്തീനിലേക്കൊക്കെ അന്വേഷണം എത്തിയ ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ വലിയ രീതിയിൽ CPM കുരുക്കിലാകുന്ന ഒരു സാഹചര്യം. ആ കുരുക്ക് ഇപ്പോഴും മുറുകിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് EDയുടെ അറസ്റ്റ് ഉണ്ടാകുക എന്നുള്ള ആ ഒരു ആശങ്ക, ആ ആശങ്കയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നൊരു കൂടിക്കാഴ്ച നടന്നതെന്ന് വേണം വിലയിരുത്താൻ. ലക്ഷ്മി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.